തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ തുടരും. കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെ 12 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. മഴക്കെടുതി സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകും. പ്രളയ മുന്നറിയിപ്പ് പാളിയെന്ന് വിമർശനം. നാളത്തെ സെറ്റ് പരീക്ഷയും തിങ്കളാഴ്ചത്തെ MG ശ്രീനാരായണ യൂണിവേഴ്സിറ്റികളിലെ പരീക്ഷകളും മാറ്റിവെച്ചു. ഇന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്ത ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് PSC വീണ്ടും അവസരം നൽകും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ ഉരുൾപൊട്ടി. കോഴിക്കോട് കനത്ത മഴ. മഴക്കെടുതിയിൽ മരണം 8 ആയി. 6 പേരെ കാണാതായി. ഇടുക്കിയിൽ 4 മരണം. കോട്ടയത്ത് അമ്മയും മകനും മരിച്ചു. മലപ്പുറത്ത് 4 വയസ്സുകാരനും 2.5 വയസ്സുകാരനും ഒഴുക്കിൽപ്പെട്ട് ദാരുണാന്ത്യം. പമ്പയാർ കരകവിഞ്ഞു. റാന്നിയിലും ആറന്മുളയിലും നഗരത്തിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇറാന് നേരെ അതിശക്തമായ ആക്രമണം നടത്താൻ ട്രംപ് US സൈന്യത്തിന് അനുമതി നൽകിയതായി റിപ്പോർട്ട്. സൈനിക നീക്കത്തിൽ ഇസ്രായേലും പങ്കാളിയായേക്കും. അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ട്രംപ്. കുവൈറ്റിന് നേരെ ഇന്നും ഇറാന്റെ വ്യോമാക്രമണം. ജനങ്ങൾ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ. കുവൈറ്റിൽ 105 പേരുടെ പൗരത്വം പിൻവലിക്കാൻ തീരുമാനം. DNA പരിശോധനയിലൂടെ വ്യാജ തിരിച്ചറിയൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വ്യാജ പൗരത്വവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തുടരുന്നു. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള പുതിയ വിവാദത്തിൽ UDF-നുള്ളിൽ അതൃപ്തി തുടരുന്നു. അന്തിമ തീരുമാനം വൈകുമെന്ന് സൂചന. മുസ്ലിം ലീഗിന്റെ പരസ്യ വിമർശനവും കോൺഗ്രസിന് തലവേദന. സംഘപരിവാറിന് UDF അണികളെ ഒറ്റുകൊടുത്ത് കിട്ടുന്ന ബ്ലഡ് മണിയാണ് PM ശ്രീ ഫണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ്. പുനർജനി കേസ് അവസാനിപ്പിച്ച നടപടി സർക്കാർ പുനഃപരിശോധിക്കണമെന്നും പിണറായി വിജയൻ. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ സ്വർണ്ണവേട്ട. വനിതാ ബോക്സിംഗിൽ ഇരട്ട സ്വർണം. 54 കിലോ വിഭാഗത്തിൽ പ്രീതി പവാറും 57 കിലോ വിഭാഗത്തിൽ ജെയ്സ്മിൻ ലംബോരിയയ്ക്കും സ്വർണ്ണ നേട്ടം. പുരുഷ ട്രിപ്പിളിൽ വെള്ളിയും വെങ്കലവും. പുരുഷന്മാരുടെ 55 കിലോ ബോക്സിംഗിൽ വെള്ളി മെഡൽ. പാരാ അത്ലറ്റിക്സ് ഷോട്ട്പുട്ടിൽ സ്വർണവും വെള്ളിയും ഇന്ത്യയ്ക്ക്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരും. കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെ 12 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 2 ഇടങ്ങളിൽ വള്ളം മറിഞ്ഞ് 8 പേരെ കാണാതായി. തിരുവനന്തപുരത്ത് തിരയിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. മഴക്കെടുതിയിൽ ഇന്ന് 8 മരണം റിപ്പോർട്ട് ചെയ്തു. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകും. മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വിലയിരുത്തി. നാളത്തെ സെറ്റ് പരീക്ഷയും തിങ്കളാഴ്ചത്തെ MG ശ്രീനാരായണ യൂണിവേഴ്സിറ്റികളിലെ പരീക്ഷകളും മാറ്റിവെച്ചു. ഇന്ന് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് PSC വീണ്ടും അവസരം നൽകും. കോട്ടയം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചുപോയി 2 പേർ മരിച്ചു. തീക്കോയി മംഗളഗിരി 30 ഏക്കറിൽ ഉരുൾപൊട്ടലിൽ 4 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ജില്ലയുടെ പല ഭാഗത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. ഈരാറ്റുപേട്ട, പാലാ നഗരങ്ങളിൽ വെള്ളം കയറി. അതേസമയം ജില്ലയിൽ മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. പൂഞ്ഞാർ, തെക്കേക്കര, തീക്കോയി പഞ്ചായത്തുകളിലാണ് കൂടുതൽ മഴക്കെടുതികൾ അനുഭവപ്പെട്ടത്. തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനത്തോട്ടം വണ്ടൻപ്ലാവിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകനും മരിച്ചു. മാമ്പള്ളിൽ ജോണിയുടെ ഭാര്യ റജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. റജീനയുടെയും ജോസഫിന്റെയും മൃതദേഹങ്ങൾ രാവിലെ സംഭവസ്ഥലത്തു നിന്ന് തന്നെ കണ്ടെത്തി. സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. തീക്കോയി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മംഗളഗിരി 30 ഏക്കറിൽ 4 ഇടത്തായി ഉരുൾപൊട്ടലുണ്ടായി. 4 വീടുകൾ പൂർണ്ണമായി തകർന്നു. 1 കാറും 2 മുച്ചക്ര വാഹനങ്ങളും 4 ഇരുചക്ര വാഹനങ്ങളും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. പൂഞ്ഞാറിലും തീക്കോയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി ഈരാറ്റുപേട്ട ടൗൺ വെള്ളത്തിലായി. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. 2018 ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായില്ല. 2019 വെള്ളപ്പൊക്കത്തിൻ്റെ ഇരട്ടി വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഉണ്ടായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. അതായത് താഴ്ന്ന പ്രദേശങ്ങൾ, ആറിൻ്റെയും ചെറിയ പുഴകളുടെയൊക്കെ സൈഡ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുപേട്ട ടോട്ടലി വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ പോലും, ഇവിടെ കോസ്വേയിൽ, ഈരാറ്റുപേട്ടയിലെ എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. അതായത് കച്ചവട സ്ഥാപനങ്ങളടക്കം പൂർണ്ണമായിട്ടും എല്ലാ കെട്ടിടങ്ങളുടെയും 1-ാം നില വെള്ളത്തിൽ മുങ്ങി.
ഉച്ചയോടെ പാലാ നഗരത്തിലും വെള്ളം കയറി. കുരിശുപള്ളിക്കവല, കൊട്ടാരമറ്റം, ലാലം പാലം ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറിയതോടെ നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തീക്കോയി ഗ്രാമപഞ്ചായത്തിലെ തലനാട് കവലപ്പാലത്തിന് സമീപം രാത്രി 2 മണിയോടെ ഉണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലിൽ 50ഓളം വീടുകളിൽ വെള്ളം കയറി. 30 വീടുകളിലെ മുഴുവൻ വീട്ടുപകരണങ്ങളും നിരവധി വളർത്തുമൃഗങ്ങളും ഒഴുകിപ്പോയി. മീനച്ചിൽ താലൂക്കിൽ മഴക്കെടുതികളുണ്ടായ പ്രദേശങ്ങൾ ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശിച്ചു. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ മേഖലകളിൽ അടിയന്തര ദുരന്ത നിവാരണ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ഈരാറ്റുപേട്ടയിൽ യോഗം ചേർന്നു. പൂഞ്ഞാർ തെക്കേക്കരയിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഈരാറ്റുപേട്ടയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറക്കാൻ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഉച്ചയോടെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മലയോര മേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ജില്ലയിൽ എല്ലാ തരത്തിലുമുള്ള ഖനന പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും തടഞ്ഞ് ജില്ലാ കളക്ടർ ഉത്തരവും ഇറക്കി. അമൃത ന്യൂസ്, കോട്ടയം. കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ വ്യാപക നാശം. 2 ഇടത്ത് ഉരുൾപൊട്ടി. പമ്പയാർ കവിഞ്ഞൊഴുകിയതോടെ റാന്നി, വടശ്ശേരിക്കര, പെരുന്നാട്, ആറന്മുള മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ദുരന്ത നിവാരണ സേനയും ജനപ്രതിനിധികളും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മലയോര മേഖലയിൽ പെയ്തിറങ്ങിയ അതിതീവ്ര മഴയാണ് ജില്ലയെ പ്രളയത്തിലാഴ്ത്തിയത്. ലാഹയിലടക്കം പെയ്ത കനത്ത മഴയിൽ പമ്പയാർ കരകവിഞ്ഞൊഴുകി. റാന്നി ഇടിയപ്പാറ ബസ് സ്റ്റാൻഡും ടൗണും പൂർണ്ണമായും മുങ്ങി. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ആൾക്കാർ ഭീതിയിലാണ്. ഏറെ ആൾക്കാരെ ഒഴിപ്പിക്കാൻ സാധിച്ചു. പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ പല സ്ഥലത്തും ഒഴിപ്പിക്കാൻ സാധിച്ചു. ബഹുമാന്യ ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ അലർട്ടാണ്. വെളുപ്പിന് 4 മണി മുതൽ ഞങ്ങളെല്ലാം ഇതിലുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഭീതി അകന്നിട്ടില്ല. ഈ മഴ ഇപ്പോഴും മഴയുടെ അന്തരീക്ഷമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒന്ന് തോർന്നു നിൽക്കുന്നതേ ഉള്ളൂ. മലയോര പ്രദേശത്തെ മഴ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ കഴിയൂ. ഇനിയിപ്പോൾ ഈ റാന്നി ടൗൺ കഴിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പെയ്ത്തുവെള്ളം, അയിരൂർ, ചെറുകോൽപ്പുഴ അവിടെയൊക്കെ വെള്ളം ഏറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലും കടകളിലും കുടുങ്ങിയവരെ ഫയർഫോഴ്സിന്റെ ബോട്ടുകളിലും വനംവകുപ്പിന്റെ കുട്ടവഞ്ചികളിലുമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ചിറ്റാറിലും കൊക്കാത്തോട്ടിലുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആറന്മുള സത്രത്തിൽ കുടുങ്ങിപ്പോയവരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. പമ്പയുടെ തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയ നിലയിലാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രാദേശിക ഭരണകൂടത്തിനാണ് കൂടുതലായി അറിയാവുന്നത്. അവിടെയുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ ക്യാമ്പുകൾ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 1 മാസം മുമ്പ് തന്നെ ഇവിടെ ഞാൻ തന്നെ വന്നു പങ്കെടുത്ത ജില്ലാതല അവലോകന യോഗം ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് അവരെ മാറ്റണമെന്ന് ഈ മാധ്യമങ്ങളിൽ കൂടി ലോക്കൽ ബോഡിയുടെ ചുമതലയുള്ള എല്ലാവരെയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനത്തെയും അറിയിക്കുകയാണ്. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പുനലൂർ മൂവാറ്റുപുഴ റോഡ്, ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡ് തുടങ്ങി ജില്ലയിലെ പ്രധാന പാതകളിലെല്ലാം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ജില്ലയിൽ അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി. ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. കൊട്ടാരക്കര ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെ രാത്രി യാത്ര നിരോധിച്ചു. വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. തൊടുപുഴ അടൂർമലയിൽ സുമതി എന്ന വീട്ടമ്മയും വാഗമൺ കോലാഹലമേട്ടിൽ ഭാസ്കരൻ നായർ എന്നയാളുമാണ് മരിച്ചത്. ജില്ലയിൽ 9 ഇടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. 9 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കിയിലേക്കുള്ള അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ക്യാമ്പുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ ചെക്കപ്പ് അടക്കം ഈ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്ര അടുത്ത 2 ദിവസത്തേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുക. പുറത്തുനിന്നുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെയാണ് നിരോധനം. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് ഉപ്പുതറ ചപ്പാത്തിൽ നിരവധി വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, മലങ്കര അണക്കെട്ടുകൾ തുറന്നു. എന്നാൽ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് 30% മുകളിൽ മാത്രമാണ്. അതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.
മധ്യകേരളത്തിലും മഴ ശക്തമായി തുടരുകയാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചു. തീരദേശ മേഖലകളിൽ കടലാക്രമണവും രൂക്ഷമാണ്. ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ഉൾപ്പെടെ മധ്യകേരളത്തിലെ ജില്ലകളിൽ മഴ അതിശക്തമായി തുടരുകയാണ്. എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും മഴക്കെടുതി രൂക്ഷമാണ്. ചെല്ലാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് വെള്ളം റോഡുകളിലേക്ക് എത്തി. കോതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ വലിയ നാശം വിതച്ചു. എറണാകുളം പാണിയേലിയിൽ അംഗൻവാടിക്ക് മുകളിലേക്ക് മരം വീണു. കുട്ടികളും അംഗൻവാടി ജീവനക്കാരും ഉണ്ടായിരുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടു. പെരിയാർ കരകവിഞ്ഞതോടെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. എരൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ രാവിലെ മുതൽ ഇടവിട്ട് പെയ്ത മഴയിൽ അപ്പർ കുട്ടനാട്ടിലെ ചില പ്രദേശങ്ങളിൽ വെള്ളം കയറി. കിഴക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തുടർന്ന സാഹചര്യത്തിൽ വെള്ളത്തിന്റെ വരവ് കൂടിയാൽ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ തുറന്നതിനാൽ വെള്ളമുയർന്നാലും കൂടുതൽ അപകട സാധ്യത ഉണ്ടാകില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. മഴയെ തുടർന്ന് തൃശൂർ നഗരത്തിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തൃശൂർ റൗണ്ടിലും ഇക്കണ്ട വാരിയർ റോഡിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. ഗുരുവായൂർ റോഡിൽ വെള്ളം കയറിയതിനാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കനത്ത മഴയിൽ കാട്ടക്കമ്പാലിലെ 2 വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. കരിപ്പാലപ്പറമ്പിൽ മണികണ്ഠൻ, അമ്മിണി എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. വീട്ടുകാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പൂങ്കുന്നം ഹരിനഗർ മേഖലയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. വെള്ളക്കെട്ട് കാരണം ചേലക്കര റോഡ് അടച്ചു. മഴ കനത്തതോടെ തൃശൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കനത്ത മഴയിൽ വീടുകളും കടകളും തകർന്നു. ചിറ്റൂരിൽ കടയുടെ മേൽക്കൂര തകർന്നു വീണ 2 പേർക്ക് പരിക്കേറ്റു. പത്തുകുടി ഭാഗത്ത് വീടും തകർന്നു. മഴ കനത്തതോടെ മംഗലം, കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പുഴകളുടെ ഇരുകരകളിലും താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ നാളെയും മധ്യകേരളത്തിൽ തുടർന്നാൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ അമൃത ന്യൂസ്, കൊച്ചി. വടക്കൻ ജില്ലകളിലും ശക്തമായ മഴയാണ്. പേരാവൂരിൽ ഒഴുക്കിൽപ്പെട്ട് കൊട്ടംചുരം സ്വദേശിയെ കാണാതായി. പാൽച്ചുരത്തിൽ റോഡ് തകർന്ന് ഗതാഗത സ്തംഭനം. പഴശ്ശി ഡാം തുറന്നു. കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണം രൂക്ഷമാണ്. കോഴിക്കോട് 6ഉം വയനാട്ടിൽ 8ഉം ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. ശക്തമായ മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരമ്പുഴയിൽ കൊട്ടഞ്ചുരം സ്വദേശി ഹനീഫ ഒഴുക്കിൽപ്പെട്ടു. പേരാവൂർ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നാട്ടുകാരും പോലീസും ചേർന്ന് സ്ഥലത്ത് തിരച്ചിൽ തുടരുന്നു. പാൽച്ചുരം റോഡിടിഞ്ഞ് ഗതാഗതം സ്തംഭിച്ചു. വയനാട്ടിലേക്കുള്ള വാഹനങ്ങൾക്ക് അമ്പായിത്തോട്ടിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പഴശ്ശി ഡാമിന്റെ 16-ൽ 15 ഷട്ടറുകളും തുറന്നു. കണ്ണൂർ ബാവലിപ്പുഴയുടെ തീരത്തെ അണുങ്ങോട്ട് ജലനിരപ്പ് മുന്നറിയിപ്പ് നില കടന്നു. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പേരട്ട തൊട്ടിൽപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറിയതിനാൽ 26 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് ചിറ്റാരിക്കൽ തയ്യേനിയിൽ മലവെള്ളപ്പാച്ചിൽ. 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വായിക്കാനത്ത് ഉരുൾപൊട്ടൽ നടന്നതായി സംശയം. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ്. ഉപ്പള, കോയിപ്പാടി കടപ്പുറം, ഉദുമ ജന്മ കടപ്പുറം, നെല്ലിക്കുന്ന് കാവുകോളി കടപ്പുറം, വലിയപറമ്പ്, മാവില കടപ്പുറം എന്നിവിടങ്ങളിലാണ് കടലേറ്റം ശക്തമായത്. കാവുകോളിയിൽ 400 മീറ്റർ തീരദേശ റോഡ് തകർന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മതിലും തകർന്നു. കടലാക്രമണം നേരിടുന്ന കോയിപ്പാടിയിൽ 2 കുടുംബങ്ങളെ മഞ്ചേശ്വരത്തെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് കക്കയണ്ടാബിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. പൂനൂർ കട്ടിപ്പാറ റോഡിൽ വിവാഹ സംഘത്തിന്റെ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി. യാത്രക്കാരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ യാത്രക്കാർക്ക് മാത്രമാണ് യാത്രാനുമതി ഉള്ളത്. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചു. മേപ്പാടി, കള്ളാടി ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ബോയ്സ് ടൗൺ പാൽച്ചുരം റോഡിൽ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ രാത്രിയാത്രയും നിരോധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. മറ്റു വാർത്തകൾ നോക്കാം. ഇറാന് നേരെ അതിശക്തമായ ആക്രമണത്തിനൊരുങ്ങി അമേരിക്ക. US സൈന്യത്തിന് ട്രംപ് അനുമതി നൽകിയതായാണ് റിപ്പോർട്ട്. ഇറാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങളെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാന് നേരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കാണ് അമേരിക്ക ഒരുങ്ങുന്നത്. അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകൾക്കിടയിലും സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഈ സൈനിക നീക്കത്തിൽ ഇസ്രായേലും പങ്കാളിയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ആക്രമണത്തിനുള്ള പ്രാഥമിക സൈനിക തയ്യാറെടുപ്പുകൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും
അന്തിമാനുമതി ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് സൂചന. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US, ഇസ്രായേൽ സേനകൾ സംയുക്തമായി ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇറാനിലെ അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രധാന ലക്ഷ്യം. ആക്രമണങ്ങളും തിരിച്ചടികളും ശക്തമായതോടെ പേർഷ്യൻ ഉൾക്കടലിലും ഹോർമുസ് കടലിടുക്കിലും ചരക്ക് ഗതാഗതവും എണ്ണ വിതരണവും തടസ്സപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചു. ഇത് ആഗോള എണ്ണ വിലയെയും വിപണിയെയും പ്രതികൂലമായി ബാധിക്കും. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തിപ്പെട്ടതോടെ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും വൻ യുദ്ധഭീതിയിലാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റിന് നേരെ ഇന്നും ഇറാന്റെ വ്യോമാക്രമണം. ഇന്ന് രാവിലെ ബൂബിയൻ ദ്വീപ് മേഖലയിൽ സർക്കാർ സ്ഥാപനങ്ങളെയും സിവിൽ സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി നേരിട്ടതായി കുവൈറ്റ് പ്രതിരോധ സേനാ വക്താവ് അറിയിച്ചു. സംഭവത്തെ തുടർന്ന് സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രത ശക്തമാക്കിയതായും സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായും സൈന്യം അറിയിച്ചു. ജനങ്ങൾ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ബന്ധപ്പെട്ട അധികാരികൾ അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ 105 പൗരന്മാരുടെ പൗരത്വം പിൻവലിക്കാൻ തീരുമാനം. DNA പരിശോധനയിലൂടെ വ്യാജ തിരിച്ചറിയൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. 1958 ജനിച്ച വ്യക്തി വ്യത്യസ്ത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് കുവൈറ്റ് പൗരത്വം നേടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇയാളുടെ മക്കളുടെ DNA സാമ്പിളുകൾ കുവൈറ്റിൽ കഴിയുന്ന യഥാർത്ഥ സഹോദരിയുടെ സാമ്പിളുമായി താരതമ്യം ചെയ്താണ് കുടുംബബന്ധം സ്ഥിരീകരിച്ചത്. കുടുംബ ഫയലിൽ അമ്മാവന്മാരായി രേഖപ്പെടുത്തിയിരുന്ന 10 പേർക്ക് യഥാർത്ഥ ബന്ധമില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. വ്യാജ പൗരത്വവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തുടരുകയാണ്. സൗദിയിലെ പ്രവാസികൾക്ക് ജനന മരണ സർട്ടിഫിക്കറ്റുകളിലെ വിവരങ്ങൾ അബ്ഷിർ ഓൺലൈൻ സർവീസ് വഴി തിരുത്താനുള്ള സൗകര്യം പ്രാബല്യത്തിൽ വന്നു. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി കേണൽ സാലിഹ് ബിൻ സഅദ് അൽ മുറബയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. മുൻപ് ജനന മരണ സർട്ടിഫിക്കറ്റുകളിലെ തെറ്റുകൾ തിരുത്തുന്നതിനായി പ്രവാസികൾ അഹ്വാലുൽ മദ്നി ഓഫീസുകളിൽ നേരിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. ഈ സേവനമാണ് ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യ 6 മാസത്തിനിടെ സൗദി അറേബ്യയിലെ പ്രവാസികൾ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വഴി 8,529 കോടി റിയാൽ സ്വദേശങ്ങളിലേക്ക് അയച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 8,366 കോടി റിയാലായിരുന്നു. ഇതിലൂടെ പ്രവാസികളുടെ പണമയക്കലിൽ 2% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം പാദത്തിൽ 1.8% വർധനവോടെ 4,279 കോടി റിയാലും രണ്ടാം പാദത്തിൽ 2.07% വർധനവോടെ 4,250 കോടി റിയാലുമാണ് വിദേശികൾ തങ്ങളുടെ നാടുകളിലേക്ക് അയച്ചത്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 66.3 കിലോഗ്രാം നിരോധിത ലഹരിമരുന്നുകൾ സൗദി സുരക്ഷാ സേന പിടിച്ചെടുത്തു. സൗദി പൗരന്മാരുൾപ്പെടെ 6 പ്രതികളാണ് അറസ്റ്റിലായത്. ഖാത്ത്, ഹാഷിഷ്, കൊക്കൈൻ എന്നിവ കടത്താനും വിതരണം ചെയ്യാനും ശ്രമിച്ച കേസുകളിലാണ് അധികൃതർ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിടിയിലായ പ്രതികൾക്കെതിരെ പ്രാഥമിക നിയമ നടപടികൾ പൂർത്തിയാക്കി തുടർ അന്വേഷണത്തിനും വിചാരണയ്ക്കുമായി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. LDL കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ലിപ്ഫെൻഡ്ര എന്ന പുതിയ മരുന്നിന് UAEയിലെ എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് അംഗീകാരം നൽകി. ഈ മരുന്നിന് അനുമതി നൽകുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യമായി UAE മാറി. ദിവസത്തിൽ ഒരിക്കൽ മാത്രം കഴിക്കേണ്ട ഈ ഗുളിക സമീകൃത ഭക്ഷണക്രമത്തിനും പതിവ് വ്യായാമത്തിനുമൊപ്പം ഉപയോഗിക്കുമ്പോൾ LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഹൃദയരോഗങ്ങളുടെ പ്രധാന അപകട സാധ്യതകളിൽ ഒന്നാണ് ഉയർന്ന LDL കൊളസ്ട്രോൾ. ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതിയാകാത്ത രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സയുടെ ഭാഗമായി ഈ മരുന്ന് ഉപയോഗിക്കാനാകും. ഫാർമസ്യൂട്ടിക്കൽ പരിചരണത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനും രോഗികൾക്ക് നൂതന ചികിത്സകൾ വേഗത്തിൽ ലഭ്യമാക്കാനുമുള്ള UAEയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ അംഗീകാരം. അതേസമയം ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ ആരോഗ്യകരമായ ഭക്ഷണക്രമവും സ്ഥിരമായ ശാരീരിക വ്യായാമവും തുടരണമെന്നും അനുയോജ്യമായ ചികിത്സയ്ക്കായി ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം തേടണമെന്നും എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലും പ്രവാസ ലോകത്തും മത, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന MM കുട്ടി മൗലവിയുടെ ജീവിതാനുഭവങ്ങൾ പകർത്തുന്ന 7 പതിറ്റാണ്ടിന്റെ ജീവിതക്കുറിപ്പുകൾ എന്ന ആത്മകഥാ ഗ്രന്ഥത്തിന്റെ സൗദിതല പ്രകാശനം ജിദ്ദയിൽ നടന്നു. ജിദ്ദ വേങ്ങര മണ്ഡലം KMCC സംഘടിപ്പിച്ച ചടങ്ങിൽ ജിദ്ദ KMCCയുടെ മുൻ സാരഥിയായിരുന്ന MM കുട്ടി മൗലവിയുടെ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന 7 പതിറ്റാണ്ടിന്റെ ജീവിതക്കുറിപ്പുകൾ എന്ന ആത്മകഥാഗ്രന്ഥത്തിന്റെ സൗദി തല പ്രകാശനം നടന്നു. KMCC നാഷണൽ കമ്മിറ്റി ട്രഷറർ അഹമ്മദ് പാളയാട്ട്, ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് ജലീൽ ഖണ്ഡമംഗലത്തിന് ആദ്യ പ്രതി കൈമാറി പുസ്തക പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അരിംബ്ര അബൂബക്കർ പുസ്തകം പരിചയപ്പെടുത്തി. സെക്രട്ടറി VP മുസ്തഫ ഹജ്ജ് 2026 വളണ്ടിയർ സേവനത്തിൽ
ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്കുള്ള മെമന്റോകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. KMCC നേതാക്കളായ നാസർ വെളിയങ്കോട്ട്, AK ബാവ, നസീർ വാവക്കുഞ്ഞ്, നാസർ മച്ചിങ്ങൽ, ഇസ്മായിൽ മുണ്ടുപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സമദ് ചോലക്കൽ അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് കുറ്റൂർ, നാസർ മമ്പുറം, നൌഷാദ് അലി പറപ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സുൽഫിഖുറദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ദുബായ് ഒയാസിസ് ലയൺസ് ക്ലബിന്റെ 2026-2027 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി സിജു ജോസഫ്, സെക്രട്ടറിയായി രഞ്ജിത്ത് ശശിധരൻ, ട്രഷററായി ബേബി വർഗീസ് എന്നിവരാണ് സ്ഥാനമേറ്റത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 200-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ വാർഷിക നേതൃത്വ മാറ്റത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സോൺ ചെയർപേഴ്സൺ TN കൃഷ്ണകുമാർ ചടങ്ങിന് നേതൃത്വം നൽകി. UAE-യിലെ വിവിധ ലയൺസ് ക്ലബ്ബുകളുടെ ഭാരവാഹികളും അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള പുതിയ വിവാദത്തിൽ UDF-നുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് പരസ്യമായി വന്നതിൽ കോൺഗ്രസിന് അതൃപ്തി. അന്തിമ തീരുമാനം വൈകുമെന്നാണ് സൂചന. അതേസമയം സംഘപരിവാറിന് UDF അണികളെ ഒറ്റുകൊടുത്ത് കിട്ടുന്ന ബ്ലഡ് മണിയാണ് PM ശ്രീ ഫണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് UDF യോഗശേഷം കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ് പുതിയ വിവാദത്തിന്റെ തുടക്കം. മന്ത്രിസഭാ ഉപസമിതി ഇക്കാര്യത്തിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയോ അന്തിമ തീരുമാനമാകുകയോ ചെയ്യാത്ത വിഷയത്തിൽ മുസ്ലിം ലീഗാണ് വിയോജിപ്പ് പരസ്യമാക്കിയത്. PM ശ്രീ നടപ്പാക്കുന്ന കാര്യം ഉറപ്പില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ലീഗ് പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിയുകയും ചെയ്തു. ഇതോടെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധത്തിനിടെ പദ്ധതി നടപ്പാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നുവെന്ന പ്രതീതി ഉടലെടുത്തു. ലീഗിന്റെ പരസ്യ പ്രതികരണത്തിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ്. മന്ത്രിസഭാ ഉപസമിതിയെ വെക്കാനും തുടർ നടപടിയുമായി മുന്നോട്ടു പോകാനും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എന്നാൽ പൊടുന്നനെ ലീഗ് ഭിന്നത പ്രകടിപ്പിച്ചത് UDF-നുള്ളിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന പ്രചരണത്തിനിടയാക്കിയെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. പദ്ധതിയുടെ കാര്യത്തിൽ ഉടൻ അന്തിമ തീരുമാനം എടുക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. പ്രതിപക്ഷ നേതാവിന്റെ കാലത്തിൽ ഒപ്പുവെച്ച് പിന്നെ എന്തിനായി വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം? ഇനി നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാം എന്ന് കേന്ദ്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്മാറും, സംശയമൊന്നും വേണ്ട. അതേസമയം PM ശ്രീ ഫണ്ട് കേരളം വാങ്ങിയിട്ടില്ല എന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിൽ തടസ്സമില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയതോടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. സ്വന്തം മണികളെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് കോൺഗ്രസും ഇന്ത്യൻ മുസ്ലിം ലീഗും UDF ആകെയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സംഘപരിവാറിന് കീഴടങ്ങി ജനങ്ങളെ ഒറ്റുകൊടുത്തതിന് കേരളത്തിന് ലഭിക്കുന്ന ബ്ലഡ് മണിയായി PM ശ്രീ ഫണ്ടിനെ കാണുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ബുധനാഴ്ചയാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ അവസാന യോഗം. സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അവയവദാനത്തിന്റെ മധുരവുമായി കൊച്ചി അമൃത ആശുപത്രിയിൽ ജന്മദിനാഘോഷം. 8 വർഷങ്ങൾക്ക് ശേഷം മാറ്റിവെച്ച കൈകളാൽ ജന്മദിനത്തിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടാൻ തമിഴ്നാട് സേലം സ്വദേശിയായ ഗോകുലപ്രിയൻ കൊച്ചി അമൃത ആശുപത്രിയിലെത്തി. കൈമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ അമൃത ആശുപത്രിയിലെ ഹെഡ് ആൻഡ് നെക്ക്, പ്ലാസ്റ്റിക് ആൻഡ് ക്രാനിയോഫേഷ്യൽ സർജറി വിഭാഗം മേധാവിയായ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർക്കും ടീമിനുമൊപ്പമാണ് ഗോകുലപ്രിയൻ തന്റെ ജന്മദിനാഘോഷം പങ്കുവച്ചത്. ശബരിമല ദർശനത്തിനിടെ മസ്തിഷ്ക മരണം സംഭവിച്ച പൂജപ്പുര സെൻട്രൽ ജയിലിലെ ജയിലർ അനീഷ് ARന്റെ കുടുംബം ദാനം ചെയ്ത കൈകളാണ് ഗോകുലപ്രിയന് പുതിയ ജീവിതം സമ്മാനിച്ചത്. 2018-ൽ ഹൈടെൻഷൻ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 കൈകളും നഷ്ടപ്പെട്ട ഗോകുലപ്രിയൻ വർഷങ്ങളോളം കൃത്രിമ കൈകളോടെയായിരുന്നു ജീവിച്ചിരുന്നത്. സത്യത്തെ അറിയാനും ശ്രദ്ധയോടെ മുന്നോട്ടു പോകാനും യുവാക്കൾ ശ്രമിക്കണമെന്നും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ നടന്ന 30ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടിക പൂർണ്ണമായും സുതാര്യവും കൃത്യവുമാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകണം. നമ്മുടെ ജനാധിപത്യ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ ആരോപണങ്ങളിലും കള്ളപ്രചരണങ്ങളിലും വിശ്വസിക്കാതെ സത്യത്തെ അറിയാനും ശ്രദ്ധാപൂർവമായി മുന്നോട്ടു പോകാനും രാജ്യത്തെ യുവാക്കൾ ശ്രമിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. പുതുതലമുറയിൽ വിശ്വസിക്കുന്ന ഭാരതത്തിന് യുവാക്കളുടെ ആത്മവിശ്വാസവും കഠിനപ്രയത്നവുമാണ് ആവശ്യം. ഭാരതത്തിന്റെ വലിയ വികസനത്തിനായി പ്രവർത്തനം അനിവാര്യമാണെന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു. Elections in India are held as per the Constitution of India, electoral rolls and instructions of Election Commission. It's all flowing from the Constitution. It's all written. No right,
no left. Anybody who does here and there, my dear young boys and girls, when you move out, it's a world of optics. It's a world of narratives. It's very, very important for each one of you to find out what is the truth, what is the reality. Don't fall prey to narratives. സമൂഹത്തിനു വേണ്ടി എന്തു ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമെന്നും നമുക്ക് കിട്ടിയ അറിവും അനുഭവ പരിചയവും സമൂഹത്തിനും രാജ്യത്തിനും ഉതകുന്നതാകണമെന്നും അപ്പോൾ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവുകയുള്ളൂവെന്നും ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ നീതി ആയോഗ് അംഗം ഡോക്ടർ ആർ ബാലസുബ്രഹ്മണ്യം പറഞ്ഞു. അമൃത വിശ്വവിദ്യാപീഠം ട്രസ്റ്റി സ്വാമി രാമകൃഷ്ണാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി വെങ്കട്ടരംഗൻ, രജിസ്ട്രാർ ഡോക്ടർ ബിപിൻ നായർ, ഡീൻ ഡോക്ടർ ശശാങ്കൻ രാമനാഥൻ എന്നിവർ സംസാരിച്ചു. അമൃത സർവകലാശാല കോയമ്പത്തൂർ ക്യാമ്പസിൽ നടന്ന 30ാമത് ബിരുദദാന ചടങ്ങിൽ വിവിധ പഠന വകുപ്പുകളിൽ നിന്നായി 2197 ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളും PhD വിദ്യാർത്ഥികളും ബിരുദം സ്വീകരിച്ചു. അമൃത ന്യൂസ്, കോയമ്പത്തൂർ. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ വേട്ട തുടങ്ങി ഇന്ത്യ. വനിതാ ബോക്സിംഗിൽ ഇരട്ട സ്വർണം വിജയിച്ചാണ് ഇന്ത്യയുടെ കുതിപ്പ്. 54 കിലോ വിഭാഗത്തിൽ പ്രീതി പവാർ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗാഡോയെ തോൽപ്പിച്ചു. 5-0 പ്രീതിയുടെ വിജയം. പിന്നാലെ 57 കിലോ വിഭാഗത്തിൽ ജെയ്സ്മിൻ ലംബോരിയും സ്വർണം ഇടിച്ചു നേടി. പുരുഷ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേൽ വെള്ളിയും സെൽവ പ്രഭു വെങ്കലവും വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോ ബോക്സിംഗിൽ ജദുമണി സിംഗ് വെള്ളി മെഡൽ നേടി. ഫൈനലിൽ ഓസ്ട്രേലിയയുടെ ജെ ഡിക്സനോടാണ് ജദുമണി സിംഗ് തോറ്റത്. പാരാ അത്ലറ്റിക്സ് ഷോട്ട്പുട്ടിൽ സ്വർണവും വെള്ളിയും ഇന്ത്യക്കാണ്. ഷോട്ട്പുട്ടിൽ സോമൻ റാണ സ്വർണവും ശുഭം ജയാൽ വെള്ളിയും നേടി. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.